നമ്മൾ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ UDF-ൽ നിന്നും ഇടതുമുന്നണിയിലേക്ക് വന്നാൽ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ 4ാം നാൾ മൗനം വെടിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനവിധി LDF-ന്റെ അവസാനമല്ലെന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും പിണറായി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിലയിരുത്താനും താഴെത്തട്ടിലുള്ള അഭിപ്രായം കേൾക്കാനാണ് LDF തീരുമാനം. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അടക്കം പല കാരണങ്ങൾ തിരിച്ചടിക്ക് കാരണമായതായും യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനോ FB പോസ്റ്റിലൂടെ പ്രതികരിക്കാനോ കഴിഞ്ഞ 3 ദിവസവും പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. മൗനം തുടരുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നതിനിടെയാണ് പിണറായിയുടെ ആദ്യ പ്രതികരണം. ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിത തിരിച്ചടിയെന്ന് വിലയിരുത്തിയ പിണറായി ജനവിധി LDF-ന്റെ അവസാനമല്ലെന്നും തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പുതിയ തുടക്കമാണെന്നും പ്രതികരിച്ചു. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കും, ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും. BJP 3 സീറ്റ് നേടിയതിൽ ആശങ്ക രേഖപ്പെടുത്തിയ പിണറായി ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചരണങ്ങൾ നടന്നുവെന്നും അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് പരിശോധിക്കണമെന്നും പിണറായി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. രാവിലെ ഇടതുമുന്നണി യോഗത്തിൽ സംസാരിച്ച പിണറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായി തിരിച്ചുവരുമെന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം തോൽവിയുടെ കാരണങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തുകയാണ് LDF. ന്യൂനപക്ഷ വോട്ടുകൾ LDF-നെതിരായി ഏകീകരിച്ചതടക്കം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പലവിധ കാരണങ്ങളുണ്ടെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെല്ലാം സംസ്ഥാനത്ത് ഏകീകരിക്കപ്പെട്ടു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി ഏകീകരിക്കപ്പെട്ടു എന്നുള്ള നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തുന്നില്ല. ഞാൻ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം, തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതിൽ ഈ പ്രശ്നങ്ങളും ഉയർന്നു വന്ന വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. പാർട്ടി ഘടകങ്ങളിൽ അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ, പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. സഖാക്കൾ പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. ക്ഷമാപൂർവ്വം സഖാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. അതിനിടെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വീണ്ടും P ജയരാജനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പാപ്പിനിശ്ശേരി ഓട്ടോ സ്റ്റാൻഡിന് സമീപവും തളിപ്പറമ്പ് കുറുമാത്തൂർ സ്കൂളിന് സമീപത്തുമാണ് P ജയരാജൻ നയിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തന്റെ ചിത്രം വെച്ചുള്ള ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് P ജയരാജനും ചില നേതാക്കളുടെ ചിത്രം വെച്ചുള്ള പ്രചാരണത്തിൽ നിന്ന് പിന്മാറണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു. സെക്രട്ടറിയെയോ നേതൃത്വത്തെയോ മാറ്റാനുള്ള ആലോചന ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലില്ലെന്ന് TP രാമകൃഷ്ണനും വ്യക്തമാക്കി. പാർട്ടിയിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. ഒരു സെക്രട്ടറിയുടെ മാറ്റം വരുത്തലോ നേതൃത്വത്തിൽ മാറ്റം വരുത്തലോ അങ്ങനെ എന്തെങ്കിലും അഴിച്ചുപണിയുടെ പ്രശ്നം ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. അതില്ലാത്ത കാര്യം, ആലോചിക്കാത്ത കാര്യം, ആലോചന ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. അതിനിടെ പയ്യന്നൂരിലെ പരാജയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി PK ശ്രീമതി രംഗത്ത് വന്നു. ജനമനസ് മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്നും ജയിക്കാൻ കഴിയുമോ എന്നതിൽ ആദ്യം അല്പം ആശങ്കയുണ്ടായിരുന്നുവെന്നുമാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന PK ശ്രീമതിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.